ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോർമൽ ചുരിദാർ ടോപ്പിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ 2 മീറ്റർ ജോർജറ്റിന്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിനായിട്ട് പോളിസ്റ്റർ ക്ലോത്ത് 2 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ നെക്കിൽ ഇതുപോലെ ചെറിയൊരു ഹാൻഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. അളവ് ടോപ്പ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചുരിദാർ കട്ടിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇതിപ്പം നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് നേരിട്ട് മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനു മുന്നേ എത്ര സ്റ്റിച്ച് ചെയ്തിരുന്ന് പറഞ്ഞാലും ചുരിദാർ ടോപ്പിന്റെ കട്ടിങ് വരുമ്പോ എനിക്കൊരു പേടി തന്നെയാണ്. അതേപോലെ പാന്റ്, സാരി ബ്ലൗസ് ഒക്കെ ഒരു പേടിപ്പെടുത്തുന്ന സംഭവമാണ് എനിക്ക്. അങ്ങനെ എന്നെ പോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പേടിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ തരണേ. അപ്പൊ നമുക്ക് ഇതിന്റെ അളവ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മെഷർമെന്റ്സ് വരുന്നത്. ഫുൾ ലെങ്ത് 43 ആണ്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുമ്പോൾ 44.5 വരും. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 36 ആണ്. അതിന്റെ 4 ഫോൾഡ് ആയിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് 4/4 എടുക്കും. അപ്പൊ നമുക്ക് 9 ഇഞ്ച് കിട്ടും. പിന്നെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സ്ലിറ്റ് വരുന്ന ആ ഒരു ഏരിയയില് അവിടെ ഒരുപാട് ടൈറ്റ് ആയി പോയാലോ അല്ലെങ്കിൽ സ്ലിറ്റ് ഇറങ്ങി നിന്നാലോ നമുക്ക് ചുരിദാറിന് എത്ര അടിച്ചാലും ഭംഗി കിട്ടില്ല. അപ്പം അതും ചെസ്റ്റ് റൗണ്ടിന്റെ സെയിം തന്നെയാണ്. ചിലവർക്ക് നന്നായി വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് മാറ്റം വരും. അല്ലാത്തവർക്ക് നോർമൽ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചെസ്റ്റ് റൗണ്ടിന്റെ സെയിം തന്നെയാണ് വേസ്റ്റ് റൗണ്ടും എടുക്കാറ്. പിന്നെ അടുത്തത് വരുന്നത് നെക്ക് വിഡ്ത്ത്. ഇങ്ങനെ നമ്മളൊരു ചുരിദാർ ടോപ്പ് എന്ന് വിചാരിച്ചാല് നെക്ക് വിഡ്ത്ത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ളതാണ് നെക്ക് വിഡ്ത്ത്. ഇതിന്റെ ഹാഫ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അത് 2.5. പിന്നെ ഷോൾഡർ, ഇവിടുന്ന് ഫുൾ ഷോൾഡർ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് അതിന്റെ ഹാഫ് മാത്രമേ ആവശ്യമുള്ളൂ. അത് 6.5. ഈ ഷോൾഡർ തന്നെയാണ് ആം ഹോളും ആയിട്ട് എടുക്കുന്നത്. നെക്ക് ലെങ്ത് വരുന്നത്, ഫ്രണ്ട് നെക്ക് ലെങ്ത് 4.75, 5 ഇഞ്ച് വേണമെന്നില്ല. പിന്നെ ബാക്ക് നെക്ക് ലെങ്ത് വരുന്നത് 4 ഇഞ്ച്. പിന്നെ സ്ലിറ്റ് ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെ സ്ലിറ്റ് വരുന്ന പോയിന്റ് ഷോൾഡർ തൊട്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അത് 18 ഇഞ്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആം ഹോൾ ടു സ്ലിറ്റ് നമുക്ക് 13 അങ്ങനെ എടുക്കാം. പിന്നെ ഫ്ലെയർ വരുന്നത് ഈ താഴ്ഭാഗത്ത് നമ്മുടെ വീതി അത് 11. അതിന്റെ കൂടെ നമുക്ക് ഈ 2 സ്ലിറ്റ് വരുമ്പോൾ മടക്കി തയ്ക്കാനുള്ളത് കൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ. ഇത് ഫോൾഡിൽ വരുമ്പോഴുള്ളതാണ് പറയുന്നത്. ഇനി വരുന്നത് സ്ലീവിന്റെ ലെങ്ത്. സ്ലീവ് ലെങ്ത് 12.5. മുട്ടിന് കുറച്ചിറങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. പിന്നെ സ്ലീവിന്റെ വിഡ്ത്ത്, അതായത് നമ്മൾ ഈ സ്ലീവിന്റെ ഇവിടെ വരുന്ന വീതി മുകളിൽ ആം ഹോൾ, അത് ആം ഹോള് +3 ആണ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആം ഹോള് കട്ട് ചെയ്ത് അത് നമുക്ക് വലിച്ചു പിടിച്ചിട്ട് മാർക്ക് ചെയ്താലും മതി. പിന്നെ വരുന്നത് സ്ലീവ് റൗണ്ട്. സ്ലീവ് റൗണ്ട് ഈ ഒരു ഭാഗത്തുള്ളത് 5.5, താഴെ വരുന്നത് 4.5. അപ്പൊ നമുക്ക് ഇനി കട്ട് ചെയ്ത് തുടങ്ങാം. നമുക്ക് ആദ്യം ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഏതൊരു ഡ്രസ്സ് ചെയ്തെടുക്കുമ്പോഴും ലൈനിങ് ഉണ്ടെങ്കിൽ അതിന്റെ മാർക്കിംഗ് ഒക്കെ ലൈനിങ്ങിൽ ചെയ്യുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ലൈനിങ്ങിന്റെ വിഡ്ത്ത് എത്ര വരുന്നതെന്ന് നോക്കാം. നമ്മുടെ ടോപ്പിന്റെ ഫുൾ ലെങ്ത് വരുന്നത് 44 ഇഞ്ചാണ്. നമുക്ക് ലൈനിങ് അത്ര ഇറക്കം വേണ്ട. ടോപ്പിനെക്കാളിലും ഒരു 3-4 ഇഞ്ച് കയറി നിൽക്കുന്ന രീതിക്കാണ് നമ്മൾ ലൈനിങ് എടുക്കുക. അപ്പൊ നമ്മുടെ ലൈനിങ്ങിന്റെ വീതി 42.5 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വീതിക്ക് തന്നെ നമുക്ക് ഈ ലൈനിങ് 4ആയിട്ട് മടക്കി വെക്കാം. ഞാനിത് ലൈനിങ് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 6.5 ഇഞ്ച്. അതേപോലെ തന്നെ സെയിം 6.5 ഇഞ്ച് തന്നെ നമുക്ക് ആം ഹോളിനായിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ചാണ്.
ഫ്രണ്ട് നെക്ക് ലെങ്ത് വരുന്നത് 4.25 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത് വരുന്നത് 4.5 ഇഞ്ചുമാണ് ഞാൻ എടുക്കുന്നത്. അതും നമുക്കിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് രണ്ടും ഞാനിപ്പോൾ കട്ട് ചെയ്യില്ല. ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോഴേ ഇങ്ങനത്തെ തുണീൻ്റെയൊക്കെ നെക്ക് കട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫ്രണ്ട് നെക്കിൽ ഞാൻ ക്യാൻവാസ് വെക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ വീതി ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ നെക്ക് വിഡ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടി ഞാൻ അന്നേരം കാണിച്ചു തരാം. ഷോൾഡർ നമുക്കൊരു 1/4 ഇഞ്ച് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ബോക്സിൻ്റെ കോർണറിൽ വെച്ചിട്ട് 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ ആം ഹോളിൻ്റെ പകുതി കൂടി മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 3 പോയിന്റ്സും കൂടി ഇതുപോലെ കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. നമുക്ക് ഫ്രണ്ടിലെ ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അതിനായിട്ട് നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് മുകളിൽ നിന്ന് ഒരു 13 ഇഞ്ച് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പോയിന്റിൽ 8 ഇഞ്ച് നമുക്ക് ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത് ആണ് നോക്കുന്നത്. സ്ലിറ്റിൻ്റെ ലെങ്ത് ഒന്നുകിൽ നമുക്ക് 19 ഇഞ്ച് മുകളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ആം ഹോള് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് താഴേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇതുപോലെ 3 ലൈൻ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ഷേപ്പും ഒക്കെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 13 ഇഞ്ച് അങ്ങനത്തെ ഒന്നും മാർക്ക് ചെയ്യേണ്ട. ഇനി നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഷേപ്പ് വരച്ച ലൈൻ അവിടേക്ക് കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കാൻ. ഇനി താഴെ നമുക്ക് ഫ്ലെയർ മാർക്ക് ചെയ്യാം. 11 ഇഞ്ച് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്യുമ്പം ബാക്ക് ആം ഹോൾ വരച്ചതിലൂടെയാണ് കട്ട് ചെയ്യുക. ഫ്രണ്ട് ആം ഹോൾ ഇപ്പം ഞാൻ കട്ട് ചെയ്യില്ല. അതേപോലെ ഷോൾഡർ സ്ലോപ്പ് കൂടി കട്ട് ചെയ്തിട്ട് അവിടെ നിർത്തും. നെക്കും ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിന് ബാക്ക് പാർട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ഫ്ലെയർ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഇതുപോലെ കയറ്റിയിട്ട് ഒന്ന് ചെരിച്ച് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ലൈനിങ് മെയിൻ ക്ലോത്തിൽ വെച്ച് അതിൻ്റെ അളവിൽ കട്ട് ചെയ്ത് ലൈനിങ് മെയിൻ ക്ലോത്തുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. സ്ലീവിൻ്റെ കട്ടിങ്ങും ലൈനിങ്ങും തന്നെയാണ് ആദ്യം ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ ലൈനിങ് 4 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഫുൾ ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ലൈനാക്കി വരച്ചു കൊടുക്കാം. ഇനി ഈ ലൈനിൽ നിന്ന് നമുക്ക് 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതും വേണമെങ്കിൽ ഒരു ലൈനായിട്ട് വരക്കാം. ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. നമ്മൾ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം സ്ലീവൊക്കെ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഷേപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ കോർണറിൽ വന്ന് 8.5 ഇഞ്ച് വരുന്ന പോയിന്റ് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഒരു ലൈനാക്കി വരച്ച് അതിൻ്റെ സെൻറ്ററും കൂടി മാർക്ക് ചെയ്ത് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. നമ്മുടെ സ്ലീവ് റൗണ്ട് താഴെ വരുന്നത് 4.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ 2 ലൈൻസും ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. താഴെയും ഇവിടെയും നമുക്ക് നോച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നിവർത്തി വെക്കാം. ഇനി ഇതുപോലെ 2 സ്ലീവിൻ്റെയും നല്ല വശം ചേർത്ത് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം
ഒരു ഭാഗത്ത് നിന്ന് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളത് കട്ട് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററിലേക്ക് എത്താൻ പാടില്ല. അതേപോലെ തന്നെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ലൈനിലേക്കും എത്താൻ പാടില്ല. ഇതിന് രണ്ടിനും നടുവിലുള്ള വശത്ത് നിന്ന് വേണം നമ്മൾ ഫ്രണ്ട് ആം ഹോളിന് കുഴിച്ച് വെട്ടി കൊടുക്കാൻ. അപ്പം നമ്മളിത് സ്ലീവ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളിതാ ലൈനിങ്ങുമായിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് ജോയിൻ ചെയ്തെടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഇതാ ആം ഹോളിൻ്റെ സൈഡും എല്ലാ സൈഡും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെത്തതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഇതുപോലുള്ള കോട്ടൻ്റെ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കസ്റ്റമർ പറഞ്ഞു പിന്നെ പോളിസ്റ്റർ ലൈനിങ് ഇദ്ദേഹത്തെ മുട്ടുമ്പോൾ ഇങ്ങനെ ചെറിയ ചൊറിച്ചിൽ പോലെ വരുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും കട്ട് പീസസ് കോട്ടൻ്റെ ലൈനിങ് ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചേ എന്നാ പറഞ്ഞത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിന് മാച്ചായ ഇതുപോലുള്ള പീസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പീസിനെന്ന് വെച്ചാൽ ഈ ഒരു കളർ തികഞ്ഞില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ വെക്കുന്നതല്ലേ, അതുകൊണ്ട് കാണില്ല. നമ്മൾ ലൈനിങ് വേറെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പിന്നെ കസ്റ്റമർ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇതിലാണ് ഞാനിപ്പം നെക്കിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് ഒക്കെ സെറ്റാക്കി എടുക്കുന്നത്. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇഞ്ച് വീതിയും 6.5 ഇഞ്ച് നീളമുള്ള ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, ഇതുപോലെ മടക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് താഴത്തുനിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ഇവിടുന്ന് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. നെക്ക് ലെങ്ത് 4.25 ഇഞ്ചാണ്. 4.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതൊരു ലൈനാക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് നെക്ക് വിട്ട് 2.5 ഇഞ്ച് അത് മാർക്ക് ചെയ്തെടുക്കാം. 2.5 ഇഞ്ച് ഇതിനെ ഒരു ബോക്സ് ആക്കി വരക്കാം. ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് അയച്ചിട്ടുണ്ട്. ആൾക്ക് ഇങ്ങനെ നെക്ക് ഇങ്ങനെ അകന്ന് പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് നെക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പിനനുസരിച്ച് 1 ഇഞ്ച് ഇങ്ങനെ പുറത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ആദ്യം പുറത്തേക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്ക് വിട്ട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പം ഈ ലൈനിൽ ഇത് നമ്മുടെ അളവിൻ്റെ ലൈനാണ്, നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇവിടുന്ന് ഇങ്ങനെയൊരു കട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നെക്ക് വിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ലൈനിലേക്ക് മുട്ടിക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സാധാരണ നെക്ക് കട്ട് ചെയ്യുന്ന കണക്കിന് കട്ട് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച അവിടം വരെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്താൽ നെക്ക് നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും ഈ നെക്ക് മാറിപ്പോയില്ല. അപ്പൊ നമ്മൾ നെക്ക് വിഡ്ത് ഉണ്ടല്ലോ, ഇത് ഇതിൻ്റെ അപ്പുറം അകന്നു പോയില്ല. അപ്പൊ നമുക്ക് കറക്റ്റ് നെക്ക് വിഡ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു ടിപ്പാണേ. അപ്പൊ നമുക്ക് ഇനി ഇത് ലൈനിങ്ങിലേക്ക് നമ്മുടെ ഈ ലൈനിങ്ങിലേക്ക് അയൺ ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുണിയുടെ നല്ല വശത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ സൈഡിലൂടെ കറക്റ്റ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ബാക്ക് നെക്കും ഈ ലൈനിങ്ങിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് അത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നെക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. കർവ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് ലൈനിങ് ഇതുപോലെ ഉള്ളിലേക്കാക്കണം, നേരെ വെച്ചിട്ട് നല്ല രീതിക്ക് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ഇതുപോലെ നേരെ തന്നെ പിടിച്ചിട്ട്
നമുക്ക് നമ്മൾ ആദ്യം കൊടുത്ത ആ സ്റ്റിച്ചിൻ്റെ സൈഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ലൈനിങ് ഒന്നും നമ്മൾ മറിച്ചിടുമ്പം ലൈനിങ് ഒന്നും പൊങ്ങി നിൽക്കുകയൊന്നുമില്ല. ഇതേ രീതിക്ക് തന്നെ നമ്മുടെ ബാക്ക് നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മളിതാ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് ഇതാ ഇതുപോലെയാണുള്ളത്. ഇനി നമുക്കിത് നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ലൈനിങ്ങിൽ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെടുത്തിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ലൈനിങ്ങിൻ്റെ ഒരു പീസ് എടുത്തിട്ട് മെയിൻ ക്ലോത്തിൻ്റെ ഒരു പീസിലേക്ക് നല്ല വശത്ത് വെച്ചിട്ട് താഴെ ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അതും നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് തിരിച്ചിട്ടിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവ് മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ 3 ഭാഗത്തും ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇത് നമ്മുടെ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ടോപ്പ് എടുത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ, ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടിയത്, അത് ഇതാ ഇതുപോലെ നല്ല വശം വെച്ച് നോക്കുക. മാറിപ്പോവാതെ തന്നെ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതാ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. സൈഡ് ജോയിൻ ചെയ്യുമ്പം നമ്മുടെ ഈ സ്ലീവിൻ്റെ ആ സ്റ്റിച്ചും ടോപ്പിൻ്റെ ആം ഹോളിൻ്റെ അവിടെ വരുന്ന ആ സ്റ്റിച്ചുകൾ രണ്ടും യോജിപ്പിച്ചിട്ട് തന്നെ ഉണ്ടാവണം. അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് നമ്മുടെ അളവിനനുസരിച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ 1 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതാ സ്ലിറ്റ് വരുന്ന അവിടെ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ സൈഡ് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലിറ്റിന് എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിനിട്ട് ഇതുപോലെ 4ആയിട്ട് തന്നെ മടക്കിയിടുക. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഫ്ലെയർ മാർക്ക് ചെയ്യാം. ഫ്ലെയർ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് 1 ഇഞ്ച് വീതി 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്ലിറ്റിൻ്റെ ആ വരുന്ന ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിതാ ഇതുപോലെ ഫുള്ളായിട്ട് പിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതുപോലെ നിരങ്ങുന്ന തുണികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കോട്ടൻ്റെ ഒന്നും ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇനി നമുക്കിത് കറക്റ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്ലിറ്റ് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ സ്ലിറ്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ടോപ്പ് ഇട്ടിട്ടാകുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വളരെ സാവധാനം ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല ലെവലാക്കി പിടിച്ചിട്ട് താഴെയും നമ്മുടെ ആ ഒരു സ്റ്റിച്ച് നല്ല എന്താ പറയുക, ഇതുപോലെ അടിയിൽ വേറെ തുണിയൊന്നും ചുരുങ്ങി നിൽക്കാത്ത രീതിക്ക് പിടിച്ചിട്ട് ഇതുപോലെ 2 സ്ലിറ്റും ഒന്ന് ജോയിൻ ചെയ്തും കൂടി പിടിച്ചിട്ട് വേണം ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാൻ. അത് കുത്തി നിർത്തിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ സൈഡിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോഴേ നമ്മുടെ സ്ലിറ്റ് നല്ല നീറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു സൈഡ് ജോയിൻ ചെയ്ത ഭാഗത്തൊക്കെ കുറച്ചും കൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലേ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിതാ സ്ലിറ്റൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ താഴെ ഭാഗം ഒന്ന് ഏറെക്കുറെയൊക്കെ ഉണ്ടെങ്കിൽ ലെവലാക്കി കട്ട് ചെയ്തിട്ട് മടക്കി അടിച്ചും കൂടി കൊടുത്താൽ നമ്മുടെ ചുരിദാർ ടോപ്പ് ഫിനിഷായി.
അപ്പൊ നമ്മളെ ടോപ്പ് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാത്തതുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ തീർച്ചയായിട്ടും അറിയിക്കണം. എന്നെങ്കിലേ എനിക്ക് അടുത്ത പ്രാവശ്യം അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് വരാൻ പറ്റത്തുള്ളൂ. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.